ലാലേട്ടൻ പറഞ്ഞ പോലെ ചങ്ങനാശ്ശേരിയും പാലായും മീനച്ചിലാറും അടങ്ങിയ കോട്ടയം. കോട്ടയത്തിൻ്റെ മണ്ഡലത്തിലൂടെയുള്ള യാത്രയിലാണ് 9 നിയമസഭാ മണ്ഡലങ്ങൾ. എല്ലായിടത്തും ചർച്ച അങ്ങനെ കൊടുമ്പിരിയാണ്. ആ ചർച്ച കണ്ട് ഒന്നും വിചാരിക്കേണ്ട, ഇവിടെ നാട്ടുകാരാണ്, ഇവിടുത്തുകാരാണ്. അപ്പൊ അവരവരുടെ രാഷ്ട്രീയം പറഞ്ഞ് കഥ പറഞ്ഞ് കുറച്ച് നേരം കെട്ടിപ്പിടിച്ച് തോളത്ത് കയറ്റി പോവുകയും ചെയ്യും. അങ്ങനെ ഒരു കുമരകല്ലേ, നമുക്കറിയാലോ, നല്ല എന്തൊരു സമാധാനമായ സ്ഥലം അല്ലേ. ചെത്തിയിറക്കിയാ ചെത്താൻ പോകുന്നുള്ളൂ. ഏതാ മണ്ഡലം ചേട്ടൻ? മണ്ഡലം ഏതാ? ഏറ്റുമാനൂര്. വാസവന്റെ മണ്ഡലം. ആര് ജയിക്കും? വാസവൻ ചേട്ടൻ. അല്ല, ഭരണം വരുമോ? വീണ്ടും പിണറായി വരുവോ? പിന്നെ നമ്മുടെ ക്യാപ്റ്റൻ അല്ലേ അത്? ക്യാപ്റ്റനാണോ? പിന്നെ നാട്ടോ സുരേഷ് വന്നതോടെ വാസവൻ ചേട്ടൻ ഇപ്പം പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യങ്ങളിലോട്ട് കടന്നു വന്നിരിക്കുകയാണ്. 100% ഭരണമാറ്റം ഉണ്ടായിരിക്കും. 90 സീറ്റെങ്കിലും മിനിമം കിട്ടിയിരിക്കും. പുഞ്ചവയൽ കതിരു കൊയ്യണ മാൻമിഴിയാളേ, നെഞ്ചകത്തിലോർമകളിൽ ചെങ്കൊടിയുണ്ടോ, കൈവീലങ്ങൾ നമ്മളെ തളച്ചതോർക്കുന്നോ, പെണ്ണ് കഴുമരത്തിൽ തൂക്കിലെത്തിയ കാലമോർക്കുന്നോ. നാടെവിടെയാ? നാട് കോട്ടയം പുതുപ്പള്ളി. ആര് ജയിക്കും അവിടെ? അവിടെ ചാണ്ടിയമ്മൻ ജയിക്കും, ഉറപ്പായിട്ടും ജയിക്കും. ചാണ്ടിയമ്മൻ തന്നെ. അത് എഴുതി വെച്ചേക്കുന്ന പുള്ളിയുടെ സ്ഥലമല്ലേ. ഭരണം മാറുമോ? ഭരണം മാറത്തില്ല. നമ്മുടെ പാർട്ടി തന്നെ, LDF തന്നെ 15ാമത്തെ വർഷം നമ്മുടെ ചരിത്ര നേട്ടത്തിലേക്ക് വരും. എത്ര സീറ്റ് കിട്ടും? 100 കടിക്കുവോ? 100 അടിക്കും. ആര്? UDF? LDF അടിക്കും. ഉറപ്പാണ്. ഇഞ്ചോടിഞ്ചാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം. ചേട്ടൻ എന്തോ പറയണ്ടല്ലോ? ഇഞ്ചോടിഞ്ച് പോരാട്ടം. അതല്ലേ ചേട്ടൻ പറഞ്ഞു. അത് തന്നെ നമ്മളുള്ള കാര്യം പറയാൻ പറ്റുള്ളൂ. UDF അധികാരത്തിൽ വരുന്ന പറയുന്നത്? തീർച്ചയായിട്ടും നിസ്സാര സീറ്റാണല്ലോ UDF വരും. ഇപ്പൊ BJPക്ക് സീറ്റ് ഇല്ല. ഒരു 2 സീറ്റ് 3 സീറ്റ് കിട്ടാൻ വകുപ്പുണ്ട്. ഇവിടെ ഒരു വിവാദ പരാമർശം ഉണ്ടായിരുന്നല്ലോ, ആതിര പറഞ്ഞേക്കുന്നത് ഷാപ്പിലെ കറിക്കാരനായിരുന്നു. വിവരക്കേടല്ലേ? ഷാപ്പിൽ ജോലി ചെയ്ത വലിയ തൊഴിലിനെ വെച്ച് അപമാനിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരാളെ വിലയിരുത്താൻ പറ്റുമോ? ചക്കയ്ക്ക് സ്ഥാനമില്ല ഏറ്റുമാനൂര്. ചക്ക പൊളന്നുകള് അരിവാള് കൊണ്ട്. അരിവാള്. വാസന്റെ ആളല്ലേ? അല്ല, ഭരണദോഷം ഉണ്ടാവുമോ? പിണറായി വീണ്ടും വരുവോ? ഓ, വേണോ? വാസവൻ ജയിച്ചോട്ടെ, പക്ഷെ അധികാരം മാറിക്കോട്ടെ അല്ലേ. പീതാംബരൻ എന്നാണ് പേര്, പീതാച്ച വിളിക്കുന്നത്. പീതാച്ച. പിണറായി വീണ്ടും വരും, എന്താ തോന്നുന്നു? പിണറായി വരുമെന്ന്. ആണോ? അതാ പിന്നെ ആരും വരും. കേരളത്തിലെ ഏത് 5 സ്റ്റാർ ബാർ പോയാലും ഈ ആംബിയൻസ് കിട്ടൂല. രാഷ്ട്രീയം അങ്ങനെ ചൂട് അടിച്ച് കയറിക്കൊണ്ടിരിക്കുന്നത്. പൊതുവെ എങ്ങനെ ഒരു വികാരങ്ങളൊക്കെ തോന്നുന്നു? തീർച്ചയായിട്ടും വീണ്ടും ഈ LDF തന്നെ അധികാരത്തിലേറും. പിണറായി തന്നെ മുഖ്യമന്ത്രിയാകും. പാല കിട്ടും? എന്താ അവസ്ഥ? പാലാ കിട്ടും. എത്ര സീറ്റ് കിട്ടും? ഞാൻ പറഞ്ഞത് 103 സീറ്റ്. ആർക്ക്? LDF-ന്. ചേട്ടാ, ഇപ്പോൾ ആരാ അവിടെ മുഖ്യമന്ത്രി? ഒരു മുഖ്യമന്ത്രി എടുത്ത് കാണിക്കുന്നില്ല. സതീശനാകാം, കെ സുധാകരനാകാം, ശശി തരൂരാകാം, രമേശ് ചെന്നിത്തലയ്ക്കാകാം. അങ്ങനെ കഴിവുള്ള ഒരുപാട് നേതാക്കന്മാർ കോൺഗ്രസിനുണ്ട്. അതാണ് കോൺഗ്രസിന്റെ ഉള്ളിലെ പ്രശ്നം. അല്ലാതെ മറ്റുള്ളവർ കാണിക്കുന്ന പോലെ കോൺഗ്രസ് തമ്മിലടിയല്ല. ഇതിപ്പോൾ ചെയ്യുന്ന പള്ളത്തി വറുത്തതാണ്. നാടൻ പള്ളത്തി വറുത്തത്, പിന്നെ കരിമീൻ, അങ്ങനെയുള്ള ഐറ്റംസ്, കാരി, വരാൽ, തേങ്ങ അരച്ച കറിയുണ്ട്, മുളകിട്ട കറി. കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള എല്ലാം, അത്യാവശ്യം ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ബീഫ് റോസ്റ്റാണിത്. ഇത് ബീഫ് ഫ്രൈ, അത് പോർക്ക് ഫ്രൈ ആണ്. ഇത് കക്കാറച്ചി, താറാവ് മപ്പാസ്, അത് വരുന്നത് ഒരു വരാല് കറിയാണ്. ഇത് ചെമ്മീൻ. വോട്ട് എവിടെയാ? എനിക്ക് വായിക്കാം. അല്ല, മുന്നേ MLA ഒക്കെ പാർട്ടി വിട്ട് BJP പോയി. അജിത്ത് അവരെ ഇങ്ങോട്ടൊന്നും പോട്ടെ, നമുക്ക് തന്നെ നമുക്കൊന്നുമില്ല. 10 വർഷത്തെ LDF-ന്റെ ഭരണം വീണ്ടും ഒരു 10 വർഷവും കൂടെ ആഗ്രഹിക്കുകയാണ്. ആണോ? ഇനി 10 വർഷം? തീർച്ചയായിട്ടും. ആണോ? ആ 10 വർഷം എനിക്കൊന്ന് ആഘോഷിക്കണം LDF-ന്റെ കൂട്ടത്തിൽ. അത്രയാണ് എൻ്റെ ആഗ്രഹം. താറാവ് മപ്പാസ് ഐറ്റങ്ങളൊന്നും കേട്ടോ. ഐറ്റം നിരവധിയുണ്ട്. പിന്നെ ഗ്യാസിൻ്റെ ഒരു പ്രതിസന്ധിയാണ് വിഷയം ഒരു പൊതുവായിട്ട് പറയുന്നത്. അതിന് വർഗപ്രിയ മാറുന്നു പൂർണ്ണമായിട്ട്. ഇത് രാഷ്ട്രീയം അങ്ങനെ കൊടുമ്പിരി കൊണ്ട് അങ്ങ് എത്തിയേക്കുന്നു. ഇനി ജനം വിധി എഴുതിയാൽ മാത്രം മതി. ബൈ, വീണ്ടും കാണാം, എവിടെന്നെങ്കിലും കണ്ടുമുട്ടാം. ഓക്കെ, സി യു.